കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. EGM അഥവാ എബനേസർ ഗോസ്പൽ മിനിസ്ട്രീസിൽ നിത്യജീവമൊഴികൾ എന്ന വചന പരമ്പരയിൽ യൂട്യൂബിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലുമായി വീണ്ടും കടന്നു വരുവാൻ കൃപാലുവായ ദൈവം എന്നെ അനുവദിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. അവസരം നൽകിയ അഡ്മിന്മാർക്കും ദൈവവചനം ശ്രദ്ധിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ദൈവവചനം എങ്ങനെ പഠിക്കണം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് പ്രപഞ്ചത്തിലൂടെ ദൈവസൃഷ്ടിയിലൂടെ ദൈവത്തിൻ്റെ ആലോചനകൾ നമുക്ക് വലിയൊരു പാഠമായി നൽകിത്തരുന്നതായ ദൈവത്തിൻ്റെ ആലോചനകളെ പഠിക്കണമെന്നുള്ളതായിരിക്കുന്ന വിഷയത്തോടനുബന്ധിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് സ്നാനത്തോടുള്ള ബന്ധത്തിലാണ്. ആ സ്നാനങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ദൈവവചനം എങ്ങനെ പഠിക്കണമെന്നുള്ള ആധികാരികമായ ഒരു അറിവ് നമുക്ക് ലഭിക്കണം. അത് എന്ന് വെച്ച് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നാം നയിക്കപ്പെടുവാൻ വേണ്ടിയാണ് നാം ചിന്തിച്ചു വരുന്നത്. ദൈവവചനം വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും തെറ്റുമ്പോൾ, അത് മനസ്സിലാക്കാതിരിക്കുമ്പോൾ അർത്ഥവ്യത്യാസങ്ങൾ ലഭിക്കുകയും നമ്മുടെ വിശ്വാസത്തെ അത് ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവവചനം പഠിക്കുമ്പോൾ ഒന്നാമതായി ഭാഷയിലെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണം. ആ വാചകത്തിലെ ആശയം എന്താ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടിയിരിക്കുന്നു. ഖണ്ഡികയിലെ ആശയം നമുക്ക് മനസ്സിലാക്കണം. പ്രതിപാദിക്കുന്ന പൊതുവിഷയത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. പദത്തിൻ്റെ ആശയം എന്തെന്ന് മനസ്സിലാക്കണം. പ്രാദേശിക അർത്ഥം എന്തെന്ന് മനസ്സിലാക്കണം. യുഗപരമായ ഒരു പഠനം അല്ലെങ്കിൽ കാലങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പഠനം ആവശ്യമാണ്. പ്രവചനപരമായ പഠനം ആവശ്യമാണ്. ആത്മീകമായ പഠനം ആവശ്യമാണ്. കാരണം പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ, അപ്പോൾ ആത്മീകമായി വിവേചിച്ചുകൊണ്ട് നമുക്ക് ഒരു പഠനം ആവശ്യമാണ്. നിഴൽ പൊരുൾ ബന്ധത്തിൽ നമുക്ക് അല്ലെങ്കിൽ രൂപം സ്വരൂപം സാക്ഷാൽ സ്വരൂപം എന്നുള്ളതായിരിക്കുന്ന നിലയിലൊക്കെയും പഠിക്കേണ്ടതുണ്ട്. സ്തോത്രം. അത് നമുക്ക് ശരിയായൊരു പഠനം നമുക്ക് നൽകപ്പെടേണ്ടതിന് ഇതെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം കുറേശ്ശെയായി നമുക്ക് ചിന്തിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഒരു ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ആധികാരികമായിട്ടുള്ള ഒരു പഠനം അത് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി നമ്മുടെ അറിവുകേടിനെ, സ്തോത്രം, നമുക്ക് ദൂരീകരിക്കുവാൻ അത് വളരെ അനിവാര്യമായി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ ദൈവവചനം പഠിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനകത്ത് നൽകപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താണ് അതിനകത്ത് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് ആധികാരികമായി അറിയേണ്ടത് അത്യാവശ്യമാണ്. നമ്മളിവിടെ, സ്തോത്രം, ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തെ ആധാരമാക്കിക്കൊണ്ടാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. വളരെ, സ്തോത്രം, അനുഗ്രഹീതമായ
ഒരു വിഷയത്തിലേക്കാണ് നാം നയിക്കപ്പെടുന്നത്. തിരുവചനം എങ്ങനെ പഠിക്കണമെന്നുള്ളത്. ഒന്നത് വ്യാഖ്യാനിച്ചു പഠിക്കണമെന്നുള്ളതാണ്. വ്യാഖ്യാനത്തെപ്പറ്റി നമുക്ക് ശരിയായി അറിയേണ്ടതുണ്ട്. അക്ഷരീയമായി വ്യാഖ്യാനിക്കേണ്ടതുണ്ട്, ആത്മീകമായി മാത്രം വ്യാഖ്യാനിക്കേണ്ടതുണ്ട്, ആത്മീകവും അക്ഷരീയവും ഒരുമിച്ച് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. ഹൃദയ നിരൂപണ വ്യാഖ്യാനമുണ്ട്, ദ്വിഭാഷി പ്രയോഗങ്ങളുണ്ട്, അക്ഷരങ്ങളുടെ വ്യാഖ്യാനമുണ്ട്, അക്ഷരവ്യാഖ്യാനമുണ്ട്, ഉപമാ പ്രയോഗങ്ങളുണ്ട്, ആലങ്കാരികമുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ നിഴൽ പൊരുൾ ബന്ധം നമുക്ക് അറിയേണ്ടതുണ്ട്. അക്കങ്ങളെക്കുറിച്ചുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ സംഖ്യകളെക്കുറിച്ചുള്ളൊരു പഠനമുണ്ട്. വിട്ടുകളഞ്ഞ ഭാഗങ്ങൾ ചേർത്തുള്ളതായിരിക്കുന്ന പഠനമുണ്ട്. പേരുകളുടെ വ്യാഖ്യാനമുണ്ട്, അലങ്കാരങ്ങളുണ്ട്, അനുമാന അല്ലെങ്കിൽ എതിർ ആശയങ്ങളെ നൽകുന്നതുണ്ട്. ഇനി കൂട്ടിച്ചേർത്തുള്ള പഠനങ്ങളുണ്ട്, വിട്ടുകളഞ്ഞതുണ്ട്. ഇങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങൾ അതിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രപഞ്ചത്തിലൂടെ പഠിക്കണമെന്നുള്ളതായിരിക്കുന്ന വിഷയത്തിലൂടെ ദൈവത്തിൻ്റെ ആലോചനകൾ മനുഷ്യർക്ക് എങ്ങനെ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവചനത്തിലൂടെ അല്പമായി നമുക്ക് ചിന്തിക്കുവാൻ ഇന്ന് ആധാരമായി എടുക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 15-ാം അധ്യായം 29 മുതൽ വായിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ ദൈവവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയിർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? അപ്പോൾ നമ്മൾ സ്നാനങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ദൈവിക വചനം വ്യാഖ്യാനിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് സത്യവചനത്തിലേക്ക് നയിക്കപ്പെടുവാൻ പല കാര്യങ്ങളും നമുക്ക് അറിവില്ലാതിരിക്കുമ്പോൾ അത് പൂർണ്ണമായി എങ്ങനെയാണ് ദൈവവചനത്തിൽ ആധാരമാക്കിയിരിക്കുന്നത് എന്ന് വിശകലനം ചെയ്ത് പഠിക്കുന്ന ഒരു പഠനമാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ സ്നാനം എന്നുള്ളൊരു വിഷയത്തിൽ അവിടെ നിന്നൊരു പുറകിലുണ്ടായിരുന്നൊരു വിശ്വാസവും യേശുക്രിസ്തുവിലുള്ള സ്നാനവും എന്നുള്ളതായിരിക്കുന്ന വിഷയത്തോടുള്ള അനുബന്ധിച്ച് മരിച്ചവർക്ക് വേണ്ടി ഉള്ള സ്നാനം എന്ന വിഷയത്തെ ആധാരമാക്കി തെറ്റും ശരിയും നമുക്ക് മനസ്സിലാക്കി നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ആ വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ 35-ാം വാക്യം നമ്മൾ വായിക്കുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢാ, നീ വിതച്ചത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റ് വല്ലതിൻ്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അതിനൊരു ശരീരവും ഓരോരുത്തരും അതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സ്തോത്രം. നമുക്ക് വിശകലനമായി പഠിക്കേണ്ടതുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായം മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന വിഷയത്തെ അറിഞ്ഞിരിക്കണമെന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് പാലാണെങ്കിലും കട്ടിയുള്ള ആഹാരത്തിലേക്ക് നയിക്കപ്പെടുവാൻ അത് ആവശ്യമായിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളെ നിർദ്ദേശിക്കുന്നതിൽ വലിയൊരു ഉപദേശമാണ് അതിലുള്ളത്. കാരണം അക്കാലങ്ങളിൽ പുനരുത്ഥാനമില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഇനി പുനരുത്ഥാനം സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇനി വിവിധ തരത്തിലുള്ള വിശ്വാസ സംഹിതകൾ ഓരോ കാലഘട്ടത്തിലും ഓരോ നാളിലും ചില വിഷയങ്ങൾ ഇങ്ങനെ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സത്യമതിൽ ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലനിൽക്കണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം
മരിച്ചവരുടെ പുനരുത്ഥാനം എന്നൊരു വിഷയത്തെ ആസ്പദമാക്കി പ്രപഞ്ച സൃഷ്ടിയിൽ ഇതടക്കം ചെയ്തത് എങ്ങനെയെന്ന് നമുക്ക് ലളിതമായി പറഞ്ഞു തരുവാൻ തക്കവണ്ണം ദൈവം പരിശുദ്ധാത്മാവിനാൽ തൻ്റെ ദാസന്മാർക്ക് അത് വിഭജിച്ചു കൊടുക്കുകയാണ്, വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുവേണ്ടി എൻ്റെ ദാസൻ പറയുകയാണ്, വിതയ്ക്കുന്നത് ഒരു മണിയാണ്, ഒരു വിത്താണ്. അപ്പോൾ ആ വിത്ത് പുനരുത്ഥാനം എന്ന വിഷയത്തെ ആധാരമാക്കി സംസാരിക്കുമ്പോൾ, ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ പഴയ വിത്ത് നശിക്കുകയും പുതിയതായിരിക്കുന്ന സത്യം അതിൽ നിന്ന് ഉടലെടുക്കുകയും ചെയ്യുന്നത് പോലെ, സ്തോത്രം, നമ്മളും അങ്ങനെ ആയിത്തീരും. അതുകൊണ്ടൊരു പുനരുത്ഥാനം ഉണ്ടാകും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുവാൻ വിത്തിനെ എടുക്കുകയാണ്. ഇനി പറയുകയാണ്, രണ്ടാമതും പറയുന്നത്, ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതതിന് ശരീരവും ഓരോരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. അപ്പോൾ വ്യത്യസ്തമായ ശരീരമാണ് വ്യത്യസ്തമായ വിത്തുകളിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്നത്. സകല മാംസവും ഒരുപോലെയല്ല. ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. ഇതുപോലെ സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനം ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. അപ്പോൾ പുനരുത്ഥാനം എന്നുള്ളതായിരിക്കുന്ന നിലയിൽ ഒരു വിത്തിനെ പോലെ നമ്മൾ വേറൊരു ശരീരത്തിൽ രൂപാന്തരപ്പെടുന്നവരായി തീരും. അപ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ട് എന്ന് വിത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം അത് ഹല്ലേലൂയ സ്തോത്രം, ദൈവ ഇഷ്ടപ്രകാരം ഓരോരോ തരം വിത്തിന് ഓരോരോ ശരീരം നൽകുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അതാത് ഫലങ്ങൾ കായ്ക്കുന്ന സസ്യങ്ങൾ മുളച്ചു വരുന്നതായി കാണാം. അപ്പോൾ രണ്ടാമത് മനുഷ്യൻ, പക്ഷി, മൃഗങ്ങൾ, മത്സ്യം എന്നുള്ളതായിരിക്കുന്നതായ സൃഷ്ടിയെ എടുത്തുകൊണ്ട് ഇതിൻ്റെ എല്ലാം മാംസങ്ങൾ വേറെ വേറെ എന്നതുപോലെ ഭൗമശരീരവും ആത്മീക ശരീരവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വർഗീയ ശരീരവും ഭൗമശരീരം വേറെയാണ്. അത് തേജസ് തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന് പറഞ്ഞിരിക്കുന്നത് സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ്സിൽ വ്യത്യാസമുണ്ട്. അത് നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതായൊരു കാര്യമാണ്. മരിച്ചവരുടെ പുനരുത്ഥാനവും ഇങ്ങനെ തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, അദ്രവത്വത്തിൽ, സ്തോത്രം. അപ്പോൾ അദ്രവത്വത്തിലേക്ക് നമ്മളെ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു എന്നാണ്. സ്തോത്രം. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. സ്തോത്രം. അപ്പോൾ ശരീരങ്ങൾ, പുനരുത്ഥാന ശരീരം ഉണ്ട്. അപ്പോൾ പുനരുത്ഥാനമുണ്ട് എന്ന് സ്ഥാപിക്കപ്പെടുവാൻ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ, ദൈവസൃഷ്ടികളെ എടുത്തുകൊണ്ട് ആ വൈജാത്യങ്ങളെ നമ്മളെ കാണിച്ചുകൊണ്ട് ഇത് ഉണ്ട് എന്നുള്ള സത്യം ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുപോലെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിത്ത് എന്നുള്ളതായിരിക്കുന്ന വിഷയം തന്നെ നമുക്ക് നല്ലൊരു പ്രസംഗ വിഷയമാണ്. കാരണം അത് ശരിക്കും പഠിക്കേണ്ടതുണ്ട്. കാരണം
വിത്തിനെ ഉപമാനം ചെയ്തിരിക്കുന്നത് ദൈവവചനത്തോടാണ്. ദൈവവചനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തു പോലെ തന്നെ ഓരോ മനുഷ്യ വ്യക്തി ഹൃദയങ്ങളെക്കുറിച്ചും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് വ്യത്യസ്തമായ നിലകളിൽ എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ അറിവിന് വേണ്ടി ദൈവം സംസാരിക്കുന്നത്, ലളിതമാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് വിശകലനമായി നമുക്കതിൽ നൽകിയിരിക്കുന്ന ഉപദേശ സംഹിതകൾ എന്താണ്, ദൈവം അതിൽ അടക്കം ചെയ്തിരിക്കുന്ന ആലോചനകൾ എന്തെന്ന് നമുക്ക് അത് വിശദമായി എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെ ആധാരമാക്കി നമുക്ക് പിന്നീടായി ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പം മരിച്ചവരുടെ പുനരുദ്ധാനം ഇങ്ങനെ തന്നെയാണ്. ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, അദ്രവത്വത്തിൽ സ്തോത്രം ഉയർക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും ദൈവവചനം ഒന്ന് ആധികാരികമായി പ്രപഞ്ചത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. ഇവിടെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം ഒക്കെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനകത്ത് ഒളിച്ചു വച്ചിരിക്കുന്ന ചില മർമ്മങ്ങളുണ്ട് എന്നുള്ളതാണ്. സൂര്യനെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ദൈവത്തെ വെളിച്ചത്തോട് ഉപമിച്ചിട്ടുണ്ട്. 2 നക്ഷത്രത്തെ ക്രിസ്തുവിനോട് ഉപമിച്ചിട്ടുണ്ട്. എന്നാൽ ചന്ദ്രന് ശോഭയില്ലല്ലോ എന്നാണ്. അപ്പോൾ ചന്ദ്രൻ സൂര്യൻ്റെയും പ്രകാശരശ്മികൾ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്നത് പോലെ ഒരു മതം ഇവിടെ നിൽക്കുകയാണ്. യഥാർത്ഥമായിട്ടുള്ള പ്രഭയില്ലാതെ, വെളിച്ചമല്ലാത്ത ഒരു ചന്ദ്രനെ ആധാരമാക്കി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന, ഇതിൽ നിന്നും ഇതിൻ്റെ പ്രതിഫലനത്തിൽ നിന്നും ഉടലെടുത്തതായിരിക്കുന്ന ഒരു വിശ്വാസ സംഹിതയായിരിക്കുന്ന ഒരു വിശ്വാസക്കൂട്ടം ഇവിടെ നിൽക്കുകയാണ്. അവർ ചന്ദ്രൻ്റെ ഉള്ളിൽ നക്ഷത്രത്തെ വെച്ചുകൊണ്ട് ഇന്ന് ലോകത്ത് യാഥാർത്ഥ്യത്തിനെതിരെ പടപൊരുതുന്ന ദുഷ്ടശക്തിയായി നക്ഷത്രവും സൂര്യനെയും ആസ്പദമാക്കി നിലകൊള്ളുന്ന, വെളിച്ചത്തിൽ നിന്ന് കോപ്പിയടിച്ചിട്ടുള്ള, പകർന്നെടുത്തിട്ടുള്ള ഒരു തത്വസംഹിത എതിരായി, ദൈവത്തിനെതിരായി നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് സ്വയം പ്രകാശിക്കാത്ത ചിലർ സത്യത്തിൻ്റെ പ്രഭയിൽ നിന്ന് പ്രകാശിച്ചിട്ട് സ്തോത്രം സത്യത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം, ഒരു വലിയ എതിർകക്ഷികൾ ദൈവത്തിന് ശത്രുവായി നിൽക്കുന്നുണ്ട്. സ്തോത്രം. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതിന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പം നക്ഷത്രവും തമ്മിൽ തേജസ്സിന് വ്യത്യാസമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും. അപ്പം മരിച്ചവരുടെ പുനരുദ്ധാനം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ, പ്രപഞ്ചത്തിലെ ദൈവ സൃഷ്ടികളെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് ലളിതമാക്കി നൽകുമ്പോൾ, അതിൽ നിലനിൽക്കുന്ന ആത്മീകമായിരിക്കുന്ന ചിന്ത, ഇതെല്ലാം പറയുന്നത് ക്രിസ്തുവിനെ എത്രേ. ഇവിടെ പറയുന്നു, ആത്മീക ശരീരവും ഭൗതിക ശരീരവും ആത്മീയ ശരീരമുണ്ടെങ്കിൽ ഭൗതിക ശരീരമുണ്ട്, ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട് എന്ന് സ്ഥാപിച്ചിട്ട് 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായിത്തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ. ഒന്നാമത് ആത്മീകം പിന്നത്തേതിൽ വരുന്നു. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. അതുകൊണ്ട് സ്തോത്രം, ഈ കൊരിന്ത്യർ ലേഖനം 49 വരെ, ബാക്കി നമ്മൾ വായിക്കുന്നില്ല ഇപ്പോൾ.
അതുകൊണ്ട് സ്തോത്രം, ഈ വിത്തിലൂടെ നമുക്ക് നൽകപ്പെടുന്ന സന്ദേശത്തിൻ്റെ മുഖ്യ സന്ദേശം എന്ന് പറയപ്പെടുന്നത് പുനരുത്ഥാനമുണ്ട് എന്ന്. അത് മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനമെന്ന് പറയപ്പെടുമ്പോൾ മരിച്ചവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം. അതുകൊണ്ട് റോമാലേഖനം എഴുതിയിരിക്കുന്നത് അവൻ്റെ മരിച്ചടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നു. അതുകൊണ്ട് അതിനോട് ഏകീഭവിക്കുന്ന ഒരു സ്നാനം, ആ സ്നാനത്താൽ നിത്യജീവനെ ലഭിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവുന്ന ദാനം ലഭിക്കുമ്പോൾ നമ്മളെ സകല സത്യത്തിലേക്കും വഴി നടത്തി ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ സഹായിക്കും. അപ്പോൾ ആരെയാണ് പറയുന്നത്? നമ്മൾ യേശുക്രിസ്തുവിനെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവനായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എൻ്റെ മരണാടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുന്നു. ഒരു പുതിയ മനുഷ്യനായി നാം രൂപാന്തരപ്പെടുമ്പോൾ നാം പുനരുത്ഥാന ശരീരത്തിന് യോഗ്യന്മാരായിത്തീരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ഇത് കാണുവാൻ കഴിയും. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് പുനരുത്ഥാനമുണ്ട് എന്നുള്ള വിഷയത്തെ ആധാരമാക്കി ക്രിസ്തുവിൽ നമ്മളെ പൂർണ്ണതയിലേക്ക് വരുത്തുകയാണ്. സ്തോത്രം. വിത്തിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായി പഠിക്കാം. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. വിത്ത് നൽകുന്ന ഒരു വലിയ സന്ദേശം ഏക സത്യദൈവം എന്നുള്ളതായിരിക്കുന്ന അറിവാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും. വിത്തിൽ ഒരു സസ്യമുള്ളതുപോലെ സസ്യത്തിൽ വിത്തുണ്ട് എന്നുള്ളതാണ്. തെങ്ങിൽ തേങ്ങയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ തേങ്ങയിൽ തെങ്ങുമുണ്ട്. ഞാനും പിതാവും ഒന്നാണ്. ഈ സത്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. തേങ്ങയുടെ 3 കണ്ണോ 4 കണ്ണോ അല്ലെങ്കിൽ അങ്ങനെ സൂര്യരശ്മിയോ ചൂടോ അങ്ങനെയൊക്കെ തുടങ്ങിയുള്ളതായിരിക്കുന്ന വ്യാഖ്യാനമല്ല. മറിച്ച് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. ഞാനും പിതാവും ഒന്നാണ്. അപ്പോൾ വിത്തിലാണ് സസ്യം ഇരിക്കുന്നത് പോലെ സസ്യത്തിലാണ് അല്ലെങ്കിൽ ആ വൃക്ഷത്തിലാണ് വിത്ത് ഇരിക്കുന്നത്. ഇതുപോലെ ഏകസത്യദൈവത്തെക്കുറിച്ച് നമുക്ക് ഒരറിവ് ലഭിക്കപ്പെടുന്നു. കാരണം എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവന് ദൈവവചനം എന്ന പേർ പറയും. സ്തോത്രം. അത് പുനരുത്ഥാനം എന്നുള്ള വിഷയം വിത്തിൽ അടക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അത് ക്രിസ്തുവാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രസംഗം യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. സ്തോത്രം. അതുകൊണ്ട് ഏകസത്യദൈവത്തെ വിശ്വസിക്കൂ, തിരിച്ചറിയൂ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കൂ. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ കൊണ്ട് എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. നമുക്ക് സ്തോത്രം. ദൈവം നമ്മളെ സത്യത്തിലേക്ക് നയിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു.
യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി.